ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് അഭിസംബോധന. രാജ്യത്തിന്റെ പോരാട്ടം ഭീകരരോടായിരുന്നുവെന്നും പാകിസ്ഥാൻ സൈന്യത്തോടായിരുന്നില്ലെന്നും ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ. വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഡിജിഎംഒമാർ ചർച്ച നടത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് വിവിധ ഭരണാനുമതികൾ നൽകാൻ സമയക്രമം നിശ്ചയിച്ചു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ ബാറ്റിംഗ് വിസ്മയം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് അഭിസംബോധന. പഹൽഗാം ഭീകരാക്രമണത്തിൽ 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൌരനും കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഓപ്പറേഷനിൽ ഇന്ത്യ 100 ഭീകരരെ വധിക്കുകയും ഭീകരതാവളങ്ങൾ തകർക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കര, വ്യോമ, നാവികസേനാ മേധാവിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അതിർത്തിയിലെ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഡിജിഎംഒമാർ ചർച്ച നടത്തി. ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു ചർച്ച. നേരത്തെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ചർച്ച നിശ്ചയിച്ചിരുന്നത്. ഇന്ത്യയുടെ പോരാട്ടം ഭീകരരോടായിരുന്നുവെന്നും പാകിസ്ഥാൻ സൈന്യത്തോടല്ലെന്നും എയർ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എയർ മാർഷൽ എ കെ ഭാർതി ന്യൂഡൽഹിയിൽ സംയുക്ത സൈനിക വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ സൈന്യം ഭീകരർക്ക് വേണ്ടി ഇടപെട്ടത് ഇന്ത്യൻ സായുധസേനയെ ശക്തമായി പ്രതികരിക്കാൻ നിർബന്ധിതരാക്കി. ഇന്ത്യയുടെ യുദ്ധ സംവിധാനങ്ങൾ കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചുവെന്ന് എയർ മാർഷൽ ഭാർതി പറഞ്ഞു. हमारी तरफ से हमारी एयर डिफेंस सिस्टम्स देश के लिए दीवार की तरह खड़ी थी और इसको भेदना दुश्मन के लिए नामुमकिन था. This brings me to the point, how have Indian forces managed to minimize the damage to both civilian and military infra in the country in spite of the unrelenting efforts by the Pakistani forces? ഇന്ത്യൻ ഭാഗത്ത് കാര്യമായ നാശനഷ്ടങ്ങൾക്കിട നൽകാതെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയെ പരാജയപ്പെടുത്താൻ സാധിച്ചതായി മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ഈ മാസം 9-നും 10-നും രാത്രിയിൽ പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യൻ വ്യോമതാവളങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം ഇന്ത്യൻ മൾട്ടി ലെയർ കൌണ്ടർ ഡ്രോണുകളും വ്യോമ പ്രതിരോധ ഗ്രിഡും അവയെല്ലാം നിർവീര്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിൽ നുഴഞ്ഞുകയറാൻ പാകിസ്ഥാന് ശേഷിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ ഓരോ മേഖലയിലും 3 സേനകളും തമ്മിൽ സമ്പൂർണ്ണ ഏകോപനം ഉണ്ടായിരുന്നതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണ ഇതിന് ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു. अगर आप सारे सिस्टम्स को पार कर भी गए तो आपको फिर भी एयरफील्ड या लॉजिस्टिक इंस्टॉलेशन या जो भी चीज को आप टारगेट कर रहे हैं उसमें पहुंचने से पहले कोई ना कोई इस लेयर्ड ग्रिड का सिस्टम जरूर गिरा देगा. हमारी एयरफील्ड्स हर प्रकार से ऑपरेशनल हैं. यही नहीं, पाकिस्तान के ड्रोन्स और वेपनाइज्ड यूएवीज से की गई हमलावर कोशिशें भी इस ग्रिड के कारण नाकाम हुई. വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നുവരുന്ന ഭീഷണികളെ ഒരേ സമയം നേരിടാൻ കഴിവുള്ള സംയോജിത സംവിധാനമായാണ് നാവികസേന പ്രവർത്തിക്കുന്നതെന്ന് ഡയറക്ടർ ജനറൽ നേവൽ ഓപ്പറേഷൻസ് വൈസ് അഡ്മിറൽ എൻ പ്രമോദ്. വ്യോമാതിർത്തി ഉൾപ്പെടെയുള്ള സമഗ്രമായ സമുദ്രമേഖല തിരിച്ചറിയുന്നതിനായി നിരന്തരമായ നിരീക്ഷണം, കണ്ടെത്തൽ എന്നിവ ഉറപ്പാക്കുന്ന തരത്തിൽ നാവികസേന സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. Immediately after the cowardly incident by Pakistani-sponsored terrorist attack at Pahalgam, we had validated our anti-missile and anti-aircraft defense capability in a complex threat environment using cross-platform cooperative mechanism. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദേലട്ടിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ പാക് സംഘർഷം സംബന്ധിച്ച് ഇരുവരും സംസാരിച്ചു. ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച അവകാശവാദങ്ങൾ നിരാകരിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ പാകിസ്ഥാൻ നശിപ്പിച്ചതായി ഇന്ത്യൻ വാർത്താ ചാനലുകൾ വാർത്ത നൽകിയെന്നായിരുന്നു ആരോപണം. വ്യാജ ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കി പാകിസ്ഥാൻ തങ്ങളുടെ ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. യഥാർത്ഥ ദൃശ്യങ്ങളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമതാവളം നശിപ്പിച്ചത് ഇന്ത്യൻ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. നിലവിലെ നിർണായക സാഹചര്യത്തിൽ എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തബാധിതരുടെ താമസത്തിനുള്ള മാസവാടക തുക അടിയന്തരമായി ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ടൌൺഷിപ്പ് നിർമ്മാണത്തിന് ഭരണ, സാങ്കേതിക, സാമ്പത്തിക അനുമതികൾ നൽകുന്നതിന് സമയക്രമവും നിശ്ചയിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് വിസ്മയം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. കഴിഞ്ഞ വർഷം T20യിൽ നിന്ന് വിരമിച്ച കോഹ്ലി ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏകദിനത്തിൽ മാത്രമാണ് ഉണ്ടാവുക. 14 വർഷം നീണ്ട കരിയറിൽ ഇന്ത്യയ്ക്കായി 123 ടെസ്റ്റുകൾ കളിച്ച കോഹ്ലി 30 സെഞ്ചുറിയുടെ തിളക്കത്തോടെ 9230 റൺസ് നേടി. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് കളം വിടുന്നത്. ബീഹാറിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കുതിപ്പ് തുടർന്ന് മഹാരാഷ്ട്ര. 33 സ്വർണവും 26 വെള്ളിയും ഉൾപ്പെടെ 84 മെഡലുകളാണ് മഹാരാഷ്ട്ര നേടിയത്. കർണാടക രണ്ടാം സ്ഥാനത്തും രാജസ്ഥാൻ മൂന്നാമതുമാണ്. അമേരിക്കയും ചൈനയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ അടുത്ത 90 ദിവസത്തേക്ക് ഗണ്യമായി കുറയ്ക്കാൻ തീരുമാനിച്ചു. തീരുമാനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ രൂക്ഷമായ വ്യാപാര യുദ്ധത്തിന് അയവ് വരുത്തുകയും ലോക വിപണികൾക്ക് ഉത്തേജനം നൽകുകയും ചെയ്യും. ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടത്തിയ ദീർഘമായ വ്യാപാര ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ ബുധനാഴ്ച മുതൽ 145% നിന്ന് 30%, ചൈന അമേരിക്കൻ ഇറക്കുമതിയുടെ തീരുവ 125% നിന്ന് 10% കുറയ്ക്കും. ഇന്ത്യൻ ഓഹരി വിപണികൾ സാങ്കേതിക പരിവർത്തനത്തിലാണെന്ന് ബോംബെ ഓഹരി സൂചിക ലിമിറ്റഡ് CEO സുന്ദരം രാമമൂർത്തി. ദുബായിൽ നടക്കുന്ന ദുബായ് ഫിൻടെക് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 300ഓളം പ്രഭാഷകരും 8000ഓളം പേരും ഫിൻടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 1000 നിക്ഷേപകരും ഇതിൽ പങ്കെടുക്കുന്നു. ഡൽഹി നിയമസഭാ മന്ദിരത്തിൽ 500 കിലോവാട്ട് സൌരോർജ്ജ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയും ചേർന്ന് നിർവഹിച്ചു. ശുദ്ധ ഊർജ്ജം, സുസ്ഥിര പരിസ്ഥിതി എന്നിവയ്ക്കുള്ള സർക്കാർ പ്രതിബദ്ധതയുടെ തെളിവാണ് സൌരോർജ്ജ പ്ലാന്റെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. ക്ലീൻ ഡൽഹി ഗ്രീൻ ഡൽഹി ദൌത്യം നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അഭിപ്രായപ്പെട്ടു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ 13 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. $500 ലക്ഷം സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തതിന് ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് മാൽഡീവ്സ്. രാജ്യത്തെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഇത് സഹായകമാകുമെന്ന് മാൽഡീവ്സ് അഭിപ്രായപ്പെട്ടു. സമയബന്ധിതമായ സഹായം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢ സൌഹൃദത്തിന്റെ തെളിവാണെന്ന് മാൽഡീവ്സ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഖലീൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തുർക്കിയയിൽ ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുന്നോട്ടുവച്ച ചർച്ചകൾക്ക് സന്നദ്ധമാകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രസ്താവന. ചർച്ചകൾ വ്യാഴാഴ്ച തുർക്കിയയിൽ നടത്താമെന്നാണ് പുടിൻ അറിയിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം താൽക്കാലികമായി അടച്ചിട്ടിരുന്ന 32 വിമാനത്താവളങ്ങൾ തുറന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമായതിനെ തുടർന്നാണ് വിമാനത്താവളങ്ങൾ അടച്ചത്. യാത്രാ വിമാനങ്ങളുടെ സർവീസ് ഉൾപ്പെടെ റദ്ദാക്കിയിരുന്നു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് അഭിസംബോധന. രാജ്യത്തിന്റെ പോരാട്ടം ഭീകരരോടായിരുന്നുവെന്നും പാകിസ്ഥാൻ സൈന്യത്തോടായിരുന്നില്ലെന്നും ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ. വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ DGMOമാർ ചർച്ച നടത്തി.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് വിവിധ ഭരണാനുമതികൾ നൽകാൻ സമയക്രമം നിശ്ചയിച്ചു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ ബാറ്റിംഗ് വിസ്മയം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു.